അപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മളെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിരിക്കുന്ന റവയും അരിപ്പൊടിയും കൊണ്ട് നല്ല അടിപൊളി ഒരു ദോശയാണ്. അതിനകത്ത് നമ്മൾ പാലും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതാണെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കും. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. നമുക്ക് വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് സമയങ്ങളൊന്നും വേണ്ട. അത്യാവശ്യത്തിന് നമ്മൾ പോകാൻ നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുത്തിട്ട് നമുക്ക് പോവാം. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്ക്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നേരെ നമുക്ക് വീഡിയോ ആണ്. അപ്പൊ നമുക്ക് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ റവ തന്നെയാണ്. നമ്മൾ തന്നെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. 1 കപ്പ് റവ കൊണ്ടാണ് നമ്മൾ പരിപാടി മൊത്തം ചെയ്യാൻ പോണത്. നമുക്ക് റവ ഇട്ട് കൊടുക്കുക. ഇനി ഇതിന്റെ കൂടെ നമുക്ക് ഇടേണ്ടതെന്ന് പറഞ്ഞാൽ 1/2 കപ്പ് അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1.25 കപ്പ് പാലൊഴിച്ചു കൊടുക്കുക. മൊത്തത്തിൽ നമ്മൾ എടുത്തേക്കെന്ന് പറയാം 1.25 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ കൊണ്ട് ഇതൊന്ന് മൊത്തത്തിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. അടിയിൽ കിടക്കുന്ന എല്ലാം കൂടെ ഒന്ന്. ഇനി നമുക്ക് നല്ലോണം ഇതൊന്നൊന്ന് അരച്ചെടുക്കുക. അപ്പൊ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തോട്ട് മാറ്റാം. നമ്മൾ ദോശയുടെ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് എടുക്കണം. ഇനി നമുക്ക് ഇതിനകത്തിട്ട് പാകത്തിനനുസരിച്ചുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഏകദേശം ഇപ്പൊ നമുക്കൊരു 10 മിനിറ്റ് അടുപ്പിച്ചായിട്ടുണ്ട്. നമുക്ക് തുറക്കാം. അപ്പൊ ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മളൊരു തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഓയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു സ്പൂൺ എടുത്ത് ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇനി നമുക്കൊരു 2 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് തുറക്കാം. കുറച്ച് ഓയിൽ മേളി നമുക്കിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് തിരിച്ചു മറിച്ചു വിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ഈ ദോശ നല്ലൊന്ന് റെഡി ആയി കിട്ടണം നമുക്ക്. അപ്പൊ എല്ലാം നമുക്കൊന്ന് ചുട്ടെടുക്കാം. ദോശ മൊത്തത്തിൽ ഒന്ന് ചുട്ടെടുക്കുക. അപ്പൊ എല്ലാം എന്താ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിന് ഒരു കുറവും ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. റവയും അരിപ്പൊടിയും കൊണ്ട് നല്ല എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.